ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? സന്തോഷത്തോടൊപ്പം ഒരുപാട് സങ്കടങ്ങളും വേദനകളും നിറഞ്ഞതായിരിക്കും എല്ലാവരുടെയും ജീവിതം. കുടുംബ പ്രശ്നങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗം, ചില നഷ്ടപ്പെടലുകൾ, ഇതൊക്കെ നമ്മളെ പിന്നോട്ടടിക്കാം. ആഗ്രഹിച്ചതുപോലെ പലതും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരാശയുണ്ടാകാം. ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് കരുത്തോടെ മുന്നേറുന്നവരുണ്ട്. കടന്നുപോയ വേദനകൾ നൽകിയ പാഠങ്ങളിൽ നിന്നും സ്വയം വീണ്ടെടുക്കുന്നവരുണ്ട്. മുന്നോട്ട് നടക്കാൻ നമ്മൾ തീരുമാനിക്കുന്നിടത്ത് വെച്ചാണ് ജീവിതം മാറിത്തുടങ്ങുന്നത്. എന്നാൽ ഇടർച്ചകളിലും പ്രശ്നങ്ങളിലും തളർന്നു പോകുന്നവർ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാമെന്ന് തീരുമാനിക്കുന്നു. കൊല്ലം ചിതറയിൽ മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത വീട്ടമ്മ കുടുംബ പ്രശ്നങ്ങളിൽ തളർന്നു പോയതാണ്. മുറിപ്പെടുത്തുന്ന ഓർമ്മകളെ മറക്കാൻ കഴിയാതെ പോയതാണ് ആ വീട്ടിലെ ദുരന്തത്തിന് കാരണമായത്. കൂട്ടമരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ എന്തായിരിക്കും ആ കുടുംബത്തിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോകുന്നു, എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. കൊല്ലം ചിതറയിൽ മകളെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയ വീട്ടമ്മയുടെ മരണക്കുറിപ്പാണിത്. മുൻ പഞ്ചായത്ത് മെമ്പർ സിന്ധു മകൾ ലക്ഷ്മിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് കണ്ടെത്തൽ. സംഭവത്തിന് ശേഷം സിന്ധു വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ലക്ഷ്മിയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായത്. മകളുടെ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങളും സംഘർഷങ്ങളുമാണ് കൂട്ടമരണത്തിന് കാരണമായതെന്നാണ് സൂചന. ഇതിന് പിന്നിൽ മറ്റ് സമ്മർദ്ദങ്ങളോ ഭീഷണിയോ ഉണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നു. കൊല്ലം ചിതറയിൽ മുൻ വാർഡ് മെമ്പറായ സിന്ധുവിന്റെയും മകൾ ലക്ഷ്മിയുടെയും മരണത്തിൽ ദുരൂഹത ഒഴിയുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലക്ഷ്മിയുടേത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതോടെ മകളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജീവനൊടുക്കിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. മകളുടെ കഴുത്ത് ഷാൾ ഉപയോഗിച്ച് ഞെരിച്ചതായും തല തറയിലടിച്ച് ആന്തരികമായി പരിക്കേൽപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്റെ മകളെ ഞാൻ കൊണ്ടുപോകുന്നു, ഞങ്ങളുടെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണം, എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് വീട്ടിൽ നിന്ന് ലഭിച്ച സിന്ധുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് ഈ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സൂചന. കഴിഞ്ഞ ദിവസമാണ് സിന്ധുവിനെ വീട്ടിനുള്ളിൽ തൂങ്ങിയ നിലയിലും ലക്ഷ്മിയെ അബോധാവസ്ഥയിൽ തറയിൽ വീണുകിടക്കുന്ന നിലയിലും കണ്ടെത്തിയത്. നാട്ടുകാർ ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ലക്ഷ്മി നേരത്തെ തന്നെ മരിച്ചിരുന്നു. ചികിത്സയിലിരിക്കെയാണ് സിന്ധു മരിച്ചത്. രണ്ടുപേരും ആത്മഹത്യ ചെയ്തതാണെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മകൾ ലക്ഷ്മിയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായി. ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചതായും തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായ ആന്തരിക പരിക്ക് ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ ചിതറ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. മലയാളികളായ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി ബംഗളൂരു ഉൾപ്പെടെയുള്ള മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്നുണ്ട്. വലിയ സ്വപ്നങ്ങളുമായി നമ്മുടെ കുട്ടികൾ അവിടേക്ക് പോകുമ്പോൾ അവരുടെ സുരക്ഷയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ലഹരി മാഫിയയും സെക്സ് റാക്കറ്റ് സംഘങ്ങളും രാത്രിയും പകലും അഴിഞ്ഞാടുന്ന നഗരം. ബംഗളൂരു നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കൂട്ടബലാത്സംഗ കേസ് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാം വഴി പരിചയത്തിനായ ശേഷം സൗഹൃദം നടിച്ച് പാർട്ടികളിൽ എത്തിച്ചാണ് പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കിയത്. ആദ്യം മദ്യവും ലഹരി മരുന്നും നൽകിയാണ് പീഡനം. 19-കാരിയുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സെക്സ് റാക്കറ്റിനെ കുറിച്ച് സൂചന ലഭിച്ചത്. പ്രമുഖ കോളേജുകളിലെ സമ്പന്നരായ പെൺകുട്ടികളാണ് ഇരകൾ. ഇതുവരെ 19 വിദ്യാർത്ഥിനികൾ പോലീസിനെ സമീപിച്ചതായാണ് വിവരം. പാർട്ടിക്കെത്തുന്ന പെൺകുട്ടികൾക്ക് ആദ്യം മദ്യവും ലഹരിമരുന്നും നൽകും. ആരെങ്കിലും വഴങ്ങുന്നില്ലെന്ന് കണ്ടാൽ അവരുടെ പാനീയങ്ങളിൽ അറിയാതെ ലഹരി ഗുളികൾ ചേർത്ത് നൽകി പീഡിപ്പിക്കും. നിഖിലും ഡിക്സൺ സാന്ദ്രയും അടങ്ങുന്ന സംഘം
ഇങ്ങനെയാണ് പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോളേജുകളിൽ പഠിക്കുന്ന സമ്പന്നരായ പെൺകുട്ടികളെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നിടത്താണ് തുടക്കം. പരിചയം സൗഹൃദമാകുന്നതോടെ ജക്കൂറിലെ വില്ലയിൽ നിഖിൽ നടത്തുന്ന പാർട്ടിക്കായി ഇവരെ എത്തിക്കും. ലഹരി നൽകിയുള്ള പീഡനത്തിന് ശേഷം അടുത്ത ദിവസം പെൺകുട്ടികളോടും തങ്ങൾ ലഹരി ഉപയോഗിച്ചതിനാൽ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പറയും. മാനഹാനി ഭയന്ന് ആരും ഇക്കാര്യം പുറത്തു പറഞ്ഞിരുന്നില്ല. അടുത്തിടെ 19-കാരി പരാതിപ്പെട്ടതോടെയാണ് സംഭവം പുറത്തായത്. അതിനിടെ ഹണി ട്രാപ്പാണെന്ന് പറഞ്ഞ് കേസ് വഴിതിരിച്ചുവിടാനും പ്രതികൾ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. കേസ് പുറത്തായതോടെ തങ്ങൾക്കും സമാനമായ ദുരനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തി 19 പെൺകുട്ടികൾ പോലീസിനെ സമീപിച്ചതായാണ് വിവരം. അമൃതഹള്ളി പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി വരികയാണ്. 3 പെൺകുട്ടികളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. ദൃശ്യങ്ങൾ പകർത്തി പെൺകുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. റാക്കറ്റിൽ വേറെയും യുവാക്കളുള്ളതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സകലേഷ്പൂർ സ്വദേശിയായ നിഖിലാണ് മുഖ്യപ്രതി. ഇയാളുടെ കൂട്ടാളിയായ പശ്ചിമബംഗാൾ സ്വദേശി ഡിക്സൺ സാന്ദ്രയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബസവേശ്വർ നഗറിൽ സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമും കാർ വാഷ് സെന്റർ നടത്തിവരികയായിരുന്നു നിഖിൽ. ഈ ബിസിനസിന്റെ മറവിലായിരുന്നു ഇയാളുടെ ഇടപാടുകൾ. ലഹരി പാർട്ടികൾ നടന്നിരുന്ന ജക്കൂറിനടുത്തുള്ള വില്ല ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥന്റേതാണെന്നാണ് സൂചന. ഇക്കാര്യവും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 ബംഗളൂരു. കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തനിച്ച് വീടിന് പുറത്തു പോകുമ്പോൾ അതീവ ജാഗ്രത വേണം. അപരിചിതരായവരോ അയൽവാസികളോ, എന്തിനു പറയുന്നു ബന്ധുക്കളോ വിളിച്ചാൽ തനിച്ചവർക്കൊപ്പം പോകരുതെന്ന് മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കാസർഗോഡ് ചന്തേരയിൽ 2 വർഷം മുൻപ് 11-കാരനെ പീഡിപ്പിച്ച കേസ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. കുരങ്ങിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ അയൽവാസിയാണ് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. കേസിൽ പ്രതി ബിന്ദുകുമാറിന് കോടതി 30 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി പിഴ അടയ്ക്കണമെന്നും ഹോസ്ദുർഗ് പോക്സോ കോടതിയുടെ ഉത്തരവിലുണ്ട്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 11 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവ് അനുഭവിക്കണം. ഇടയിലക്കാട് വലിയപറമ്പ് മാടപ്പള്ളി വീട്ടിൽ ബിന്ദുകുമാർ എന്ന നന്ദനെയാണ് ഹോസ്ദുർഗ് പോക്സോ കോടതി ജഡ്ജി സുരേഷ് PM ശിക്ഷിച്ചത്. മാർച്ച് 3 കേസിനാസ്പദമായ സംഭവം. കുരങ്ങിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രതി കുട്ടിയെ തന്റെ സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ വെച്ച് ഗൗരവമായ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതായാണ് കേസ്. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മനരാജ് GP ആണ്. കുറ്റപത്രം തയ്യാറാക്കിയത് ഗ്രേഡ് SI രമേശൻ NM ആണ്. പ്രോസിക്യൂഷനു വേണ്ടി ഹോസ്ദുർഗ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ A ഹാജരായി. ന്യൂസ് 18 കാസർഗോഡ്. സമൂഹ മാധ്യമങ്ങളുടെ ചതിക്കുഴികളെക്കുറിച്ച് വീട്ടിലും സ്കൂളിലുമൊക്കെ എപ്പോഴും കുട്ടികളെ ഉപദേശിക്കാറുണ്ടല്ലേ. ഇൻസ്റ്റഗ്രാമിൽ സൗഹൃദം കൂടാനെത്തുന്നവരെ വിശ്വസിക്കരുതെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാലും പാഠം പഠിക്കാത്ത ചില കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇടുക്കി മറയൂരിൽ 4 വർഷം മുൻപ് 16-കാരിയെ പീഡിപ്പിച്ചത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളാണ്. തിരുപ്പൂർ സ്വദേശി മുഹമ്മദ് റിയാസ് ജോലി വാഗ്ദാനം നൽകി തമിഴ്നാട്ടിലെത്തിച്ചാണ് കുട്ടിക്ക് നേരെ അതിക്രമം കാട്ടിയത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മറയൂർ പോക്സോ കേസിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ച ദിവസമാണിത്. പ്രതി മുഹമ്മദ് റിയാസിന് 30 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്നാണ് ഇടുക്കി അതിവേഗ പോക്സോ കോടതിയുടെ വിധി. രണ്ടായിരത്തി 22-ലാണ് ഇടുക്കി മറയൂർ സ്വദേശിനിയായ 16-കാരിയെ പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തത്.
ഫോണിലൂടെ പരിചയപ്പെട്ട ഇരുവരും തമ്മിൽ നിരന്തരം ബന്ധം പുലർത്തുകയും തുടർന്ന് ഇയാൾ പെൺകുട്ടിക്ക് ജോലി വാഗ്ദാനം നൽകി തമിഴ്നാട് തിരുപ്പൂരിൽ വിളിച്ചു വരുത്തുകയുമായിരുന്നു. സിനിമ കാണാനായി തിയേറ്ററിലെത്തിച്ച ശേഷം അവിടെ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. ആൾത്തിരക്കില്ലാത്ത തിയേറ്ററിൽ 2 സീറ്റുകൾക്കിടയിൽ കിടത്തി പെൺകുട്ടിയെ പ്രതി മുഹമ്മദ് റിയാസ് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പിന്നീട് പെൺകുട്ടിയെ കാണാതായെന്ന പിതാവിന്റെ പരാതിയിൽ മറയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ തിരുപ്പൂരിൽ നിന്നും കണ്ടെത്തി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇടുക്കി അതിവേഗ പോക്സോ കോടതി കേസിൽ വിധി പറഞ്ഞത്. പ്രതി കുറ്റം ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് 30 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. ഇടുക്കി പൈനാവ് അതിവേഗ പോക്സോ കോടതിയാണ് കേസിൽ പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. ന്യൂസ് 18 ഇടുക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ CPM പ്രവർത്തകർ പലയിടത്തും അടിഞ്ഞാടുന്ന കാഴ്ചകൾ കണ്ടു. വീടുകൾ കേന്ദ്രീകരിച്ച് ബോംബേറും ആക്രമണവും മാത്രമല്ല, വഴിയിൽ കണ്ട കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചു. ഇതിൽ കേസെടുത്ത പോലീസുകാരെ പോലും സഖാക്കൾ വെറുതെ വിട്ടില്ല. തിരുവനന്തപുരം നഗരൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് പാർട്ടി പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനെ തുടർന്നാണ്. സംഭവത്തിൽ CPM DYFI പ്രവർത്തകരായ 9 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഇതിൽ 2 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. CPM വെള്ളല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രതീഷ്, ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണു എന്നിവരാണ് ആറ്റിങ്ങൽ DYSP ഓഫീസിലെത്തി കീഴടങ്ങിയത്. 7 പേർ കൂടി ഇനി പിടിയിലാകാൻ. ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. നിങ്ങൾ ആരെന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ അവിടെ ഇരുന്നോളാം. എവിടെയായാലും ഞാൻ ഇരുന്നോളാം. നിങ്ങളാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. നീയാണ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. നീയാണ്. അയ്യോ, ഞാൻ മാനേട്ടന്റെ ജോലി ചെയ്യും. ഞാൻ ഇരിക്കുന്ന കാലത്തോടെ ഞാൻ മാനേട്ടന്റെ ജോലി ചെയ്യും. നഗരൂരിൽ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും SHO അൻസാറിനെ ജീപ്പ് തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. 1ഉം 3ഉം പ്രതികളായ വെള്ളലൂർ സുനിത ഭവനിൽ വിഷ്ണു, വെള്ളലൂർ പുതുവിള വീട്ടിൽ രതീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. രതീഷ് CPM വെള്ളലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും വിഷ്ണു ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CP നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതിൽ കേസെടുത്തതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ച കേസിൽ പ്രതികളായവർക്ക് നോട്ടീസ് നൽകി മടങ്ങിയ പോലീസ് ജീപ്പ് കാറിലെത്തിയ സംഘം ഓവർടേക്ക് ചെയ്ത് തടയുകയായിരുന്നു. തുടർന്നായിരുന്നു തെറിവിളിയും കയ്യേറ്റ ശ്രമവും. നിന്നെ വിളിക്കാണ്, നിന്നെ നീ എന്തിനുണ്ടാക്കും? നീ എന്തിനുണ്ടാക്കും? നിനക്കടിക്കാൻ നിനക്കുണ്ടാക്കണ്ട. ദൃശ്യങ്ങൾ പരിശോധിച്ച് മറ്റുള്ളവരെ തിരിച്ചറിയുമെന്നും സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും പോലീസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത 2 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസിനെതിരായ ഒരു അതിക്രമവും അംഗീകരിക്കില്ലെന്ന് DGP റവട ചന്ദ്രശേഖർ വ്യക്തമാക്കി. വേണ്ട നടപടി ഉറപ്പുവരുത്തും. പോലീസിന്റെ മനോവീര്യം തകർക്കാനാവുമെന്ന് ആരും കരുതേണ്ടെന്നും DGP. പോലീസിനെതിരായിട്ടുള്ള ആക്രമണത്തിന് വളരെ ഞങ്ങൾ ഗൗരവത്തോടെ സ്വീകരിക്കുന്നതാണ്. വി വിൽ ടേക്ക് വെരി സ്ട്രോങ് ആക്ഷൻ and nobody will be permitted to take the law in their hands. We will take absolutely strong action against anybody who is violating and trying to attack the police officers. അത് സംശയം തന്നെയില്ല. പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഞങ്ങൾ നല്ലപോലെ ആശയം നടത്തുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ മനോവീര്യം പോകാനുള്ള ഒരു സമ്മതിക്കില്ല. അറ്റ് ദ സെയിം ടൈം ആരെങ്കിലും നിയമത്തിന് അവർ കയ്യിലെടുക്കുവാണെങ്കിൽ അവർക്ക് കർശന നടപടി ഉണ്ടാവുന്നത് സംശയം. അതേസമയം പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ കയറി പോലീസ് അതിക്രമം കാട്ടിയെന്നാണ് CPM ആരോപിക്കുന്നത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. നടി വിഷ്ണുപ്രിയയുടെ അച്ഛനും വ്യവസായിയുമായ സൂര്യനാരായണനെ കൊലപ്പെടുത്തിയ കേസ് തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ്. നടിയുടെ കാമുകനെ കൊലപ്പെടുത്തിയതിൻ്റെ പകവിട്ടലാണ് സംഭവത്തിന് പിന്നിലെന്നായിരുന്നു
ആദ്യം പോലീസ് സംശയിച്ചത്. എന്നാൽ വിശദമായി നടത്തിയ അന്വേഷണത്തിൽ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടെ സൂര്യനാരായണനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊലപാതകത്തിന് കൂട്ടുനിന്നത് വീട്ടിലെ സഹായിയായ സ്ത്രീയും മകനും ഉൾപ്പെടുന്ന സംഘമാണ്. കേസിൽ ഇതുവരെയും 9 പേരെയാണ് കൊടൈക്കനാൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് 2 കാറുകളും സ്വർണവും സ്വത്ത് രേഖകളും പിടിച്ചെടുത്തു. ചെന്നൈ ആരക്കോണം തിരുവള്ളുവർ സ്വദേശികളായ ശ്യാം, ഗോകുൽനാഥ്, രഞ്ജിത്ത്, കൃഷ്ണപ്രസാദ്, അക്ഷയ നടരാജ്, കാർത്തി, കിരൺ, ഇയാളുടെ അമ്മ ഗിരിജ, കോട്ടേജ് ജീവനക്കാരൻ അറുമുഖം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചെന്നൈയിൽ സൂര്യനാരായണന്റെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന ഗിരിജയെയും മകനെയും ഉപയോഗിച്ചാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തത്. പ്രതികളിൽ നിന്ന് 2 കാറും സ്വർണവും സ്വത്ത് രേഖകളും പിടിച്ചെടുത്തു. കഴിഞ്ഞ 21-ന് പ്രതികൾ ടൂറിസ്റ്റുകളെന്ന് പറഞ്ഞ് സൂര്യനാരായണന്റെ കോട്ടേജിൽ താമസിച്ചാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. രാത്രിയിൽ ജീവനക്കാരെയും സൂര്യനാരായണനെയും വെവ്വേറെ മുറികളിൽ കെട്ടിയിട്ടു. വായ പ്ലാസ്റ്റർ കൊണ്ട് മൂടിക്കെട്ടിയതിനാൽ ശ്വാസം കിട്ടാതെ സൂര്യനാരായണൻ മരിച്ചു. ടേപ്പൊട്ടിച്ച് ശരീരം കസേരയിൽ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം. ശരീരം മുഴുവനായും ടേപ്പ് കൊണ്ട് വരിഞ്ഞു മുറുക്കിയിരുന്നു. വായും മൂക്കും ചേർത്ത് ടേപ്പ് കൊണ്ട് ചുറ്റി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. രക്ഷപ്പെട്ട ഒരു തൊഴിലാളി കൊടൈക്കനാൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോഴേക്കും സൂര്യനാരായണന്റെ മരണം സംഭവിച്ചു. ദിണ്ടിഗൽ SP-യുടെ നിർദ്ദേശപ്രകാരം വിവിധ സംഘങ്ങളായി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറയുന്നു. 2018-ൽ വിഷ്ണുപ്രിയയുടെ കാമുകനായ പ്രഭാകരൻ കൊല്ലപ്പെട്ട കേസിൽ സൂര്യനാരായണൻ പ്രതിയായിരുന്നു. അതിനാൽ തന്നെ പ്രഭാകരന്റെ കൊലയുടെ പ്രതികാരമാണോ എന്നതിലും പോലീസ് ആദ്യം സംശയം പ്രകടിപ്പിച്ചു. പിന്നീട് വിശദമായ അന്വേഷണത്തിലാണ് സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സൂര്യനാരായണൻ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തിയത്. ന്യൂസ് 18 ചെന്നൈ. കാസർഗോഡ് നാൽത്തടുക്കയിൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട ജസീല എന്ന യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ്. കേസിൽ ആരോപണ വിധേയരായ ആളുകൾ ഇപ്പോഴും നാട്ടിൽ ഒരു കൂസലമില്ലാതെ നടക്കുന്നു. എന്നാൽ ജസീലയുടെ കുടുംബത്തിന് നീതി ഇപ്പോഴും അകലെയാണ്. സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. മാലമോഷണത്തിനും ജസീലയുടെ കുടുംബ ബന്ധം തകർത്തതിനും പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്ത് നാൽത്തടുക്കയിൽ ജസീല ജീവനൊടുക്കിയ സംഭവം ഒരാഴ്ച പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിയില്ല. മാലമോഷണ ആരോപണത്തിലെ അപമാനഭാരവും ആതൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ദുരനുഭവവും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടായ മാനസിക സമ്മർദ്ദവുമാണ് ജസീല ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആരോപണം. ആൺ സുഹൃത്ത് അഫ്രീദിനും കുടുംബത്തിനുമെതിരെയും ഗുരുതര ആരോപണമുണ്ട്. ഇവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ ജസീലയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. കുറ്റക്കാരെ കണ്ടെത്തുന്നതിൽ ഊർജിതമായ അന്വേഷണം നടത്തണമെന്നും നീതിക്ക് വേണ്ടി സമരമുഖത്തുണ്ടാകുമെന്നും ജസീല ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. ദാമ്പത്യ ജീവിതം തകർക്കുന്ന രീതിയിൽ ഭർത്താവിനെ വിളിച്ച് പിന്നെ ഒരുപാട് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്, ഭർത്താവിന് ഭാര്യയെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അഫ്രീദിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതാണെന്ന് നമ്മൾ കരുതുന്നുള്ളത്. അപ്പോൾ മെയിൻ അവരുടെ ദാമ്പത്യ ജീവിതം തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അവൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. പിന്നൊന്ന് വെറുതെ ഒരു ഇല്ലാത്തൊരു മോഷണക്കുറ്റം ഈ കുട്ടിയുടെ പേരിൽ ആരോപിച്ചു. ഈ സുഹൃത്തിൻ്റെ അഫ്രീദിൻ്റെ വീട്ടുകാരാണ് അങ്ങനെ ആരോപിക്കുന്നുള്ളത്. അപ്പോൾ അതിൽ അങ്ങനൊരു സ്വർണം ആ കുട്ടി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. ജസീലയുടെ മരണത്തിലെ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക, കുടുംബത്തിന് നീതി ലഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാൽത്തടുക്കയിൽ ജസീല ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സംഭവത്തിൽ പഴുതടച്ചുള്ള സമഗ്ര അന്വേഷണം നടത്തി
യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും സ്വർണ്ണമോഷണത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണമെന്ന് നാഷണൽ വിമൻസ് ലീഗ് ആവശ്യപ്പെട്ടു. ജസീല അനുഭവിച്ച ആ വേദന, അതിന് ഇപ്പോൾ ഒരു തെളിവ് പോലും ആ സ്വർണം കാണാതായി എന്ന് പറയുന്ന ആ 9.5 പവൻ സ്വർണം അത് ഉള്ളതാണോ, അത് മറ്റാരെങ്കിലും മോഷ്ടിച്ചതാണോ എന്ന് തെളിയിക്കാൻ പോലും ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ജസീല എന്ന പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. നീതി ലഭിക്കുന്നത് വരെ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് അവരുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എലിവിഷം കഴിച്ച് ജസീല ജീവനൊടുക്കിയത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ദൃശ്യം ചിത്രീകരിച്ച് അയച്ചു കൊടുത്തതിന് ശേഷമായിരുന്നു ജസീല ജീവനൊടുക്കിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിദ്യാനഗർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഈ നാട്ടിൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അത് സാധാരണക്കാരനാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും നിയമം അനുസരിച്ചേ മതിയാകൂ. എന്നാൽ ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കളുണ്ട് നിയമത്തെ വെല്ലുവിളിക്കുന്നവർ. തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി മുള്ളൻ പന്നിയെ അടിച്ചു കൊന്നത് വനംവകുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. പഞ്ചായത്തിലെ ഒരു വീട്ടിലെത്തിയ മുള്ളൻ പന്നിയെ കൊന്ന സംഭവത്തിൽ വനംവകുപ്പ് ശശിക്കെതിരെ കേസെടുത്തു. നേരത്തെ സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ചതടക്കമുള്ള കേസുകളിലും പ്രതിയായിരുന്നു സ്ഥിരം വിവാദ നായകനായ വെള്ളനാട് ശശി. നാട്ടിൽ കണ്ട മുള്ളൻ പന്നിയാണ് വനംവകുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി അടിച്ചു കൊന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വാളിയർ ഭാഗത്തെ വീട്ടുപരിസരത്താണ് മുള്ളൻ പന്നി ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിച്ചു. വനംവകുപ്പിന്റെ നമ്പർ ഇല്ലാത്തതിനാൽ ഇവർ പഞ്ചായത്ത് പ്രസിഡന്റായ വെള്ളനാട് ശശിയോട് വിവരം പറഞ്ഞു. തുടർന്നാണ് ശശി സ്ഥലത്തെത്തി മുള്ളൻ പന്നിയെ അടിച്ചു കൊന്നത്. ഇതിനിടെ നാട്ടുകാർ വനംവകുപ്പിനെയും വിവരം അറിയിച്ചിരുന്നു. അവർ ഉടൻ എത്തുമെന്ന് അറിയിച്ചെങ്കിലും ശശി വകവെച്ചില്ലെന്നാണ് സൂചന. പിന്നീട് മുള്ളൻ പന്നിയെ നോക്കിയപ്പോൾ ചോരയൊലിച്ച് ചത്തികിടക്കുന്ന നിലയിലാണ് കണ്ടതെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ നിന്റെ വീട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞു അത് അടിക്കരുത്, കൊല്ലരുതെന്ന് പറഞ്ഞപ്പോൾ ഏത് ഫോറസ്റ്റ് ഏത് വനം വകുപ്പ് എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നത്. പുള്ളിയെ ചോദ്യം ശൈലം കേട്ടോ അവർ പേടിച്ച് അവരെങ്ങനെ എന്ത് ചെയ്ത് വീട്ടുകാർക്ക് തന്നെ പേടിയാണ്. കാര്യം അവർ വാടക താമസിക്കുന്ന അവരുള്ളത് ഞാൻ ഇന്നും പറഞ്ഞു നാളെ ഇനി എൻ്റെ തലേക്കാണെങ്കിൽ എന്നുള്ളതാണ് അവർ പേടിച്ച് മാറിപ്പോയത്. ഈ ആ വീട്ടുകാരെല്ലാം പറഞ്ഞ് അടിക്കരുത് കൊല്ലരുത് മാമ അവരെ പിടിച്ച് വരെയാണ് ഏത് ഫോറസ്റ്റ് ഏത് വനം വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നത്. ഞാൻ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തട്ടിക്കിറങ്ങി ഇനി എന്തൊരു ഫോറസ്റ്റ് ഞാൻ പറഞ്ഞോളാം ഏത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ഇവരെത്തുന്ന ഒരു 5 മിനിറ്റ് സമയമായപ്പോൾ ആരെ വിളിച്ച് പറഞ്ഞ് ഫോണിൽ തന്നെ പോയി. ഷെഡ്യൂൾ 1-ൽപ്പെട്ട ജീവിയെ കൊന്നാൽ 3 വർഷം വരെയും തടവും 25,000 രൂപ വരെയും പിഴയും ശിക്ഷ ലഭിക്കാം. സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്യാൻ വനപാലകർ എത്തിയെങ്കിലും സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നെന്നാണ് വിവരം. സ്ഥിരം വിവാദ നായകനായ വെള്ളനാട് ശശി അടുത്ത കാലത്താണ് കോൺഗ്രസ് വിട്ട് CPM-ലെത്തുന്നതും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായതും. അടുത്തിടെ ശശിയും വനിതാ പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ മുറിയിൽ പൂട്ടിയിട്ടത് വിവാദമായിരുന്നു. പഞ്ചായത്തിലെ വാഹനത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു കാരണം. ഇതേ വിഷയത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ വെള്ളനാട് ശശി റോഡിൽ തടയുകയും ചെയ്തു. 2024-ൽ സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ച കേസിലും വെള്ളനാട് ശശി അറസ്റ്റിലായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ശിലാഫലകം അടിച്ചു തകർത്തതിലും ഇയാൾക്കെതിരെ മുൻപ് കേസെടുത്തിരുന്നു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി വനംവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊച്ചിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതികൾ സ്ഥിരം കുറ്റവാളികളാണ്. നിരവധി പേരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ഇവർ പണം തട്ടിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതോടെ പ്രതികൾക്കെതിരെ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. കേസിലെ മുഖ്യപ്രതി സഫാനയെ മുന്നിൽ നിർത്തിയാണ് പല തട്ടിപ്പുകളും ആസൂത്രണം ചെയ്യുന്നത്.
ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. നോർത്ത് പറവൂർ കുത്തിയതോട് ചാലക്കക്കടവിൽ വീട്ടിൽ സഫീന, ഇരുമ്പനം മനയിൽ അമൽ, വൈറ്റ്ല ഷൈൻ റോഡിൽ കോയിത്താര വീട്ടിൽ ജോൺ രാഹുൽ, മരട് കുറുവാനിപ്പാടം ആനന്ദ് മുരുകൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. ഇതിൽ ഒന്നാം പ്രതി സഫ്നയൊഴികെയുള്ള മറ്റു പ്രതികൾ ലഹരിക്കടത്ത്, മർദ്ദന കേസുകളിൽ പ്രതികളാണ്. ഇവരുടെ പേരിലുള്ള കേസുകളുടെ വിവരങ്ങൾ പോലീസ് സംഘം ശേഖരിക്കുന്നുണ്ട്. സ്ഥിരം കുറ്റവാളികളാണെങ്കിൽ കാപ്പ ചുമത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിഗണിക്കും. സംഘം മുൻപും ഹണി ട്രാപ്പ് നടത്തി പണം തട്ടിയതായാണ് സൂചന. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും. ഭിന്നശേഷിക്കാരനായ യുവാവുമായി സൗഹൃദത്തിലായ സഫാന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. മുറിയിൽ എത്തിയതോടെ സഫാനയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ യുവാവ് പുറത്തുകടക്കാൻ ശ്രമിച്ചപ്പോൾ കുളിമുറിയിൽ ഒളിച്ചിരുന്ന സംഘാംഗങ്ങൾ പുറത്തുവന്നു. ബലപ്രയോഗത്തിലൂടെ യുവാവിനെ വിമസ്ത്രനാക്കി ദൃശ്യങ്ങൾ പകർത്തി. യുവാവ് ഉപയോഗിക്കുന്ന UPA ആപ്പ് വഴി ബാങ്കിലുള്ള പണം പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും അക്കൗണ്ടിൽ അധികം പണമില്ലാതിരുന്നതിനാൽ ശ്രമം വിജയിച്ചില്ല. ഇതോടെ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നട്ടലിന് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആംഗ്യഭാഷാ വിദഗ്ധന്റെ സഹായത്തോടെയാണ് പോലീസ് യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം കുറ്റിപ്പുറത്ത് അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ എക്സൈസിന്റെ ലഹരി വേട്ട. വിൽപ്പനയ്ക്ക് MDMA പാക്ക് ചെയ്യുന്നതിനിടെ 2 യുവാക്കൾ അറസ്റ്റിലായി. പള്ളിപ്പടി സ്വദേശി അബ്ദുൾ റഷീദ്, പൈങ്കണ്ണൂർ സ്വദേശി സുദേവ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് 51 ഗ്രാം MDMAയും പണവും ഐഫോണും അടക്കം പിടിച്ചെടുത്തു. ഇവർ കുറ്റിപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയിലെ പ്രധാനികളെന്നാണ് സൂചന. കുറ്റിപ്പുറം പള്ളിപ്പടിയിലെ അബ്ദുൾ റഷീദിന്റെ വീട്ടിലായിരുന്നു പുലർച്ചെ 1 മണിയോടെ എക്സൈസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. ഈ സമയം ലഹരി സംഘം വിൽപ്പനയ്ക്കായി MDMA പാക്ക് ചെയ്യുകയായിരുന്നു. 51 ഗ്രാം MDMAയുമായി 2 യുവാക്കളെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കുറ്റിപ്പുറം പള്ളിപ്പടി സ്വദേശി പൊറ്റാറത്ത് വീട്ടിൽ അബ്ദുൾ റഷീദ്, പൈങ്കണ്ണൂർ സ്വദേശി അമ്പാടി വീട്ടിൽ സുദേവ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ചതെന്ന് കരുതുന്ന 6700 രൂപയും ഐഫോൺ ഉൾപ്പെടെ 3 മൊബൈൽ ഫോണുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക പരിശോധന. കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ അഖിലിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ലതീഷ് P, പ്രകേഷ് P, പ്രിവന്റീവ് ഓഫീസർമാരായ പ്രമോദ് PP, ലെനിൻ AV തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂരിലെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ KSU പ്രവർത്തകർക്കെതിരെ മന്ത്രി വ്യാജ പരാതി നൽകിയെന്നാരോപിച്ച് കോടതിയിൽ ഹർജി. മന്ത്രിക്കും ഗൺമാനുമെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് TO മോഹനനാണ് കണ്ണൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകിയത്. ദ കേരള സ്റ്റോറി സെക്കൻഡ് എന്ന സിനിമയ്ക്കെതിരെ പോലീസിൽ പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആബിദ് അലിയാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഭാര്യ മാതാവിനെ മാനഭംഗപ്പെടുത്തിയ കേസിൽ കോട്ടയം നീണ്ടൂർ സ്വദേശിക്ക് 18 വർഷം കഠിന തടവും 72,000 രൂപ പിഴയും ശിക്ഷ. 2022 ഡിസംബറിൽ നടന്ന സംഭവത്തിൽ ഈരാറ്റുപേട്ട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി റോഷൻ തോമസാണ് ശിക്ഷ വിധിച്ചത്. എത്രയോ യുദ്ധങ്ങളിലൂടെയാണ് ഈ ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. യുദ്ധങ്ങൾ 2 രാജ്യങ്ങളുടെ ശക്തി പ്രകടനത്തെക്കാൾ ഉപരി പകയുടെയും പ്രതികാരത്തിൻ്റെയും പ്രതിഫലനമായി മാറുന്നു. ഇവിടെ എരിഞ്ഞില്ലാതാകുന്ന കുറേ മനുഷ്യജന്മങ്ങളുണ്ട്, അനാഥരാകുന്ന കുട്ടികളുണ്ട്, നിരവധി പേരുടെ സ്വപ്നങ്ങളുണ്ട്. യുദ്ധങ്ങളും കലഹങ്ങളും രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല,
നമ്മുടെ സമൂഹത്തിൽ തന്നെ പരസ്പരം പോർവിളിച്ച് കൊല്ലും കൊലയുമായി നടക്കുന്നവരെ കാണാം. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കലഹിക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികൾ വെട്ടിലും കുത്തിലും ചെന്ന് അവസാനിക്കുന്ന എത്രയോ സംഭവങ്ങൾ. ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ മനുഷ്യവംശങ്ങൾ തമ്മിൽ സംഘടനമുണ്ടായിട്ടുണ്ട്. അത് ആശയങ്ങളുടെ പേരിലാകാം, മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പേരിലും തമ്മിൽ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നവരെ കാണാം. പരസ്പരം പോർ വിളിച്ച് യുദ്ധം ചെയ്യുന്നവർ പിന്നീട് ഐക്യപ്പെടാം, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. എന്നാൽ ആ മുറിവ് അത്ര വേഗം ഉണങ്ങില്ലെന്ന തിരിച്ചറിവ് ആർക്കെങ്കിലും ഉണ്ടാകുമോ? അക്രമ ചിന്തകൾ വെടിഞ്ഞ് സമാധാനത്തിൻ്റെ നല്ല പുലരിക്കായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.